ഒരുപാട് പ്രാർത്ഥനകളുമായി ഇവിടെ കാണാം. എന്തൊക്കെയാണ് വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്? അയ്യോ ഒന്നുമില്ല, പൊങ്കാല മാത്രമേ ഇടുന്നുള്ളൂ. പൊങ്കാല മാത്രമല്ല ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് ഇവിടെ പായസത്തിനുള്ള തേങ്ങയൊക്കെ ചിരകുന്ന ആൾക്കാർ. നിങ്ങളൊക്കെ എവിടെ നിന്നാ വരുന്നത്? വർക്കലയാണോ? ഇന്നലെ വന്നോ അതോ? ഇന്നലെ വന്നോ? എല്ലാ വർഷവും ഇവിടെ ആണോ പൊങ്കാല ഇടുന്നത്? അമ്മ എല്ലാ വർഷവും വരുമോ പൊങ്കാല? എല്ലാ വർഷവും വരും. ഇപ്പൊ എണ്ണ ഇല്ലാത്ത രീതിയിലുള്ള പൊങ്കാല അമ്മയ്ക്ക് വന്നിട്ട് ഇപ്പൊ 2 വർഷം കൊണ്ട് ഈ കൊറോണ ആയതിനു ശേഷം ഇത് ആദ്യമായിട്ടാണ് വന്നത്. വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വന്നില്ല. മുമ്പൊക്കെ ഈ അമ്പലത്തിന്റെ മുറ്റത്ത് തന്നെയാണോ പൊങ്കാല ഇടുന്നത്? നമ്മൾ ആദ്യമായിട്ട് വരുമ്പോ അമ്പലത്തിന്റെ അവിടെ ഈ ഗ്രൗണ്ടിൽ 2 വരി അടുപ്പേ ഉള്ളായിരുന്നു. 2 വരി അടുപ്പേ ഉള്ളായിരുന്നു. ആ സമയം തൊട്ട് നമ്മൾ വരക്കാൻ തുടങ്ങിയാണ്. എത്ര വർഷം മുമ്പ് അത്? ഉദ്ദേശം 10-16 വർഷം കൊണ്ട് വരും. അതിന് മുമ്പേ വന്നിട്ടില്ല. അന്ന് ഇത്രയും തിരക്കില്ലായിരുന്നു ഇവിടെ? ഇത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ തിരക്കത്തി കൂടുതലാണ്. ഈ വർഷം കുറച്ചുകൂടെ തിരക്ക് കൂടുതലാണ്. ഇത്തവണ വലിയ തിരക്ക് കഴിഞ്ഞ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ ഭക്തജന തിരക്ക് ഉണ്ട്. ഒരുപക്ഷെ ഞായറാഴ്ച പൊങ്കാല വന്നതുകൊണ്ട് കൂടിയാകാം. എല്ലാ വർഷവും പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി ഭക്തജനങ്ങളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, അത്രയും അടുപ്പുകൾ ഇവിടെയുണ്ട്. എല്ലാം തയ്യാറാണ്. ഇനി ഈ പൊങ്കാല ചടങ്ങിലേക്ക് കടക്കുന്ന ആ ഒരു നിമിഷം. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? തൊടുപുഴ. ആദ്യമായിട്ടാണോ പൊങ്കാല? എന്തുകൊണ്ടാണ് ഇത്തവണ പൊങ്കാല ഇടാൻ ഒരു തീരുമാനത്തിലേക്ക്? വലിയ വിശ്വാസമാണോ ആറ്റുകാലമ്മ? ഓക്കെ, അപ്പം ആറ്റുകാൽ പൊങ്കാല അതുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകൾ വിശേഷങ്ങൾ ഒക്കെ തന്നെയാണ്. അങ്ങനെ ഓരോ മൺകലങ്ങളിലും ഓരോ ആഗ്രഹങ്ങൾ, അത് ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരം, അതിനി തിളച്ചു തൂവാൻ നിമിഷങ്ങൾ മാത്രമാണ്.